നമസ്കാരം. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട സംഘർഷത്തിൻ്റെ കഥയാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളത്. അതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, നിയമവിരുദ്ധമായി ഇസ്രായേലിൻ്റെ അധിനിവേശമാണെങ്കിൽ. രണ്ട്, ഇസ്രായേലിനെ അറബ് രാജ്യങ്ങൾ പോലും അംഗീകരിച്ചിട്ടും സമാധാന ശ്രമങ്ങൾ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഫലസ്തീനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ലോകത്തിൽ അസമാധാനം സൃഷ്ടിക്കുന്നതിൻ്റെ കഥ. എങ്ങനെയാണ് ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടത്? എങ്ങനെയാണ് ഫലസ്തീനികൾ പിറന്ന മണ്ണിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ പോലും ഫലസ്തീനെ ഉപേക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹമാസ് ഒരു വെറുക്കപ്പെട്ട സംഘടനയായി മാറിയത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ജിനിൽ മാത്യു എന്നൊരാൾ എഴുതി വാട്സാപ്പിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് വായിച്ചാൽ അത് വ്യക്തം ആവും എന്നതുകൊണ്ട് ഞാൻ ജിനിലിനോടുള്ള കടപ്പാടോടെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ. എന്താണ് വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും നിലവിലുള്ള അവസ്ഥ? എന്നു മുതലാണ് ഗാസയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത്? ഏതു രീതിയിലാണ് മീഡിയ ഈ പ്രശ്നങ്ങളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്? ഒരു സാധാരണ ഇന്ത്യക്കാരൻ ഏതു രീതിയിലാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തെ സമീപിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ മുൻവിധികൾ? ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രണ്ടു വശത്തായി കിടക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഫലസ്തീൻ. അതുകൊണ്ട് തന്നെ എന്താണ് വെസ്റ്റ് ബാങ്ക്, എന്താണ് ഗാസ, എന്തുകൊണ്ടാണ് ഇത് തർക്കമായിരിക്കുന്നത് എന്ന് പരിശോധിക്കണം. ആദ്യം വെസ്റ്റ് ബാങ്കിലേക്ക്. ഫലസ്തീൻ്റെ ഭാഗമാണ് വെസ്റ്റ് ബാങ്ക്. 1948 യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്ക് ജോർദാൻ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ 1967 യുദ്ധത്തിൽ ഇസ്രായേൽ ജോർദാനിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുകയും 1994 വരെ വെസ്റ്റ് ബാങ്ക് മുഴുവൻ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ഫലസ്തീൻ സമാധാന ചർച്ചകളുടെ ഭാഗമായി ഓസ്ലോ കരാർ പ്രാബല്യത്തിൽ വന്ന 1994 ഫലസ്തീൻ പ്രദേശങ്ങളായ വെസ്റ്റ് ബാങ്കിൻ്റെയും ഗാസയുടെയും താൽക്കാലിക ഭരണത്തിനു വേണ്ടി ഫലസ്തീൻ അതോറിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഓസ്ലോ ഉടമ്പടി പ്രകാരം വെസ്റ്റ് ബാങ്കിനെ 3 ഏരിയകളായി തരംതിരിച്ചു. ഏരിയ എ, ബി, സി എന്നിങ്ങനെയായിരുന്നു ആ പ്രവിശ്യകൾ. വെസ്റ്റ് ബാങ്കിലെ എ, ബി പ്രവിശ്യയുടെ ഭരണം ഫലസ്തീൻ അതോറിറ്റിക്ക് ഇസ്രായേൽ കൈമാറുകയുണ്ടായി. അതോടൊപ്പം ഇസ്രായേൽ ഡിഫൻസ് അവരുടെ പട്ടാളത്തെ ഫലസ്തീൻ അതോറിറ്റിക്ക് പരമാധികാരമുള്ള പ്രദേശങ്ങളിൽ നിന്നും പിൻവലിച്ചു. 1995 മുതൽ ഫലസ്തീൻ നാഷണൽ അതോറിറ്റിയാണ് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത്. പ്രസിഡന്റാണ് അതോറിറ്റിയുടെ പരമാധികാരം. യാസർ അറാഫത്തിൻ്റെ മരണശേഷം മഹമ്മൂദ് അബ്ബാസാണ് ഇപ്പോഴത്തെ ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ്. ഏകദേശം 30 ലക്ഷത്തിനടുത്ത് ഫലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ വസിക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം ആളുകളും മുസ്ലിം മതസ്ഥരും ചെറിയ ശതമാനം അറബ് ക്രിസ്ത്യൻസുമാണ്. ഏകദേശം 5 ലക്ഷത്തോളം ഇസ്രായേലി പൗരന്മാർ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ കുടിയേറിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ പ്രദേശങ്ങളെ ഏരിയ സി എന്നറിയപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഇപ്പോഴും ഇസ്രായേലിനാണ്. ആയതിനാൽ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്നാണ് ഐക്യരാഷ്ട്രസഭ ഈ പ്രദേശങ്ങളെ വിളിക്കുന്നത്. 1988 വെസ്റ്റ് ബാങ്കിന് വേണ്ടിയുള്ള അവകാശവാദം ജോർദാൻ ഉപേക്ഷിച്ചു. പക്ഷേ ജെറുസലേമിലുള്ള ടെമ്പിൾ മൗണ്ടിലെ മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കുള്ള ധനസഹായം ജോർദാൻ രാജാവ് ഇപ്പോഴും തുടരുന്നു. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കുഭാഗത്തുള്ള ഒരു തുരുത്താണ് ഗാസ. ഇസ്രായേലുമായും ഈജിപ്തുമായും അതിർത്തി പങ്കിടുന്നു. ഗാസയുടെ ഒരു അതിർത്തി മെഡിറ്ററേനിയൻ കടലാണ്. 20 ലക്ഷത്തോളം മനുഷ്യർ ഇവിടെ തിങ്ങിപ്പാർക്കുന്നു. ഗാസ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ 3ാം സ്ഥാനത്താണ്. ഗാസയിൽ വസിക്കുന്ന മനുഷ്യർക്ക് ഗാസയിൽ നിന്നും കരമാർഗം പുറത്തേക്ക് കടക്കണമെങ്കിൽ ഒന്നുകിൽ ഈജിപ്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് മാത്രമേ പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. ഗാസയുടെ വ്യോമയാന നാവിക മേഖലയെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. ഗാസയ്ക്ക് ചുറ്റിനും 7 അതിർത്തി ചെക്ക് പോസ്റ്റുകളുണ്ട്. അതിൽ 6 ബോർഡർ ക്രോസിംഗും നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്.
അവശേഷിക്കുന്ന ഒരു ബോർഡർ ക്രോസിംഗ് ആവട്ടെ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലും. ഫലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും ഒരുമിച്ച് കിടക്കുന്ന പ്രദേശങ്ങളല്ല. ഇത് രണ്ടും രണ്ടറ്റത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനുമിടയിൽ ഇസ്രയേലിൻ്റെ ഭൂപ്രദേശങ്ങളാണ് ഉള്ളത്. വെസ്റ്റ് ബാങ്കിൽ നിന്നും ഒരാൾക്ക് ഗാസയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ സാധിക്കൂ. 1948 മുതൽ 67 വരെ ഗാസ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിനും ഭരണത്തിനും കീഴിലായിരുന്നു. 1967 അറബ് രാജ്യങ്ങളുമായി നടന്ന യുദ്ധത്തിൽ ഗാസ ഈജിപ്തിൽ നിന്നും ഇസ്രയേൽ പിടിച്ചെടുത്തു. 1993 ഇസ്രയേലും പലസ്തീൻ ലിബറേഷൻ പ്രതിനിധികളുമായി അമേരിക്കയിൽ വെച്ച് സമാധാന ചർച്ചകൾ നടക്കുന്നതുവരെ ഗാസ ഇസ്രയേലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. 93 ഓസ്ലോ കരാർ പ്രകാരം 94 വെസ്റ്റ് ബാങ്കിൻ്റെയും ഗാസയുടെയും താൽക്കാലിക ഭരണത്തിന് വേണ്ടി PLOയുടെ നേതൃത്വത്തിൽ പലസ്തീൻ നാഷണൽ അതോറിറ്റി രൂപീകരിച്ചപ്പോൾ ഇസ്രയേൽ അവരുടെ പട്ടാളത്തെ ഗാസയിൽ നിന്നും ഭാഗികമായി പിൻവലിക്കുകയും ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. 1967 യുദ്ധത്തിൽ ഈജിപ്തിൽ നിന്നും ഗാസ ഇസ്രയേൽ പിടിച്ചടക്കിയപ്പോൾ മുതൽ ഇസ്രയേലി പൗരന്മാർ ഗാസയിലേക്ക് കുടിയേറി 2005 വരെ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. ഗാസയിൽ നിന്നും ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറുക എന്ന നിർദ്ദേശം ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ 2003 ഇസ്രയേൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. 2005 ഫെബ്രുവരിയിൽ ഇസ്രയേലിൻ്റെ പാർലമെന്റായ നെസറ്റ് ഈ തീരുമാനം അംഗീകരിച്ചു. ഗാസയിൽ കുടിയേറിയ ഇസ്രയേലി പൗരന്മാരെ അവിടെ നിന്നും കുടിയിറക്കാനും ഇസ്രയേലിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കാനും തീരുമാനമെടുത്തു. ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2005 ഓഗസ്റ്റ് 15 മുൻപ് അവിടെ കുടിയേറിയ ഇസ്രയേലി പൗരന്മാരോട് ഗാസയിൽ നിന്നും പുറത്തു പോകാൻ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ ആവശ്യപ്പെട്ടു. എന്നാൽ ഗാസയിൽ കുടിയേറിയ ചില ഇസ്രയേലി പൗരന്മാർ അവിടെ നിന്നും മാറാൻ കൂട്ടാക്കിയില്ല. അവരെ ഷാരോണിൻ്റെ നിർദ്ദേശപ്രകാരം ബലപ്രയോഗത്തിൽ കൂടി ഇസ്രയേലി പട്ടാളം ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിച്ചു. ഏരിയൽ ഷാരോണിൻ്റെ നിർദ്ദേശപ്രകാരം 8000-ഓളം യഹൂദ കുടിയേറ്റക്കാരെ ഗാസയിൽ നിന്നും ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ 2005 സെപ്റ്റംബർ 12 ഇസ്രയേലി കുടിയേറ്റക്കാരും പട്ടാളവും ഗാസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറി. PLOയുടെ പൊളിറ്റിക്കൽ വിങ്ങാണ് ഫത്ത. 1987 രൂപം കൊണ്ട ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഹമാസ്. പലസ്തീൻ അതോറിറ്റിയുടെ ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പ് ഫത്തയും ഹമാസും തമ്മിലുണ്ടായ ശത്രുത കാരണം 1996 ശേഷം ഒരിക്കലും നടന്നിട്ടില്ല. അമേരിക്ക ഫലസ്തീൻ അതോറിറ്റിക്ക് $2.3 മില്യൺ കൊടുക്കുകയും 2006 ജനുവരി 25 ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ ഫത്തയെ പരാജയപ്പെടുത്തി ഹമാസ് വിജയിച്ചു. ഫലസ്തീൻ മുഴുവനായി, അതായത് വെസ്റ്റ് ബാങ്കും ഗാസയും മാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു ഇസ്ലാമിക രാജ്യം രൂപീകരിക്കുക എന്നതാണ് ഹമാസിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഹമാസ് അംഗീകരിക്കുന്നില്ല. PLOയുമായും ഹമാസ് ശത്രുതയിലാണ്. ഹമാസ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ ഫലസ്തീൻ അതോറിറ്റിക്ക് നൽകിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അമേരിക്കയും റഷ്യയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും താൽക്കാലികമായി മരവിപ്പിച്ചു. കാരണം 1993 ഓസ്ലോ ഉടമ്പടിയെ ഹമാസ് എതിർത്തിരുന്നു. ഓസ്ലോ ഉടമ്പടി പ്രകാരം ഇസ്രായേലും PLOയും തമ്മിൽ നേരിട്ട് സമാധാന ചർച്ചകൾ നടത്തി ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കണമെന്നുള്ള നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നില്ല. ചർച്ചകൾ നടത്തി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പകരം ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ ഒരു ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുകയാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്. പുതിയതായി അധികാരമേറ്റെടുത്ത ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ പലസ്തീൻ അതോറിറ്റിക്കുള്ള സഹായം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്ന് UN അറിയിച്ചു. അക്രമം അവസാനിപ്പിക്കുകയും ഇസ്രായേലിനെ രാജ്യമായി അംഗീകരിക്കുകയും സമാധാനം നിലനിർത്താനും ഫലസ്തീൻ്റെ ഭാവിക കാര്യങ്ങൾക്ക് വേണ്ടി PLOയും ഇസ്രായേലും തമ്മിൽ നടന്ന മുൻകൂർ കരാറുകളെ അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഫലസ്തീൻ അതോറിറ്റിക്കുള്ള സഹായം പുനരാരംഭിക്കുകയുള്ളൂ എന്ന് അമേരിക്കയും റഷ്യയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞു. അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ ഹമാസ് ഇസ്രായേലിൻ്റെ നഗരങ്ങളും ഗ്രാമങ്ങളും റോക്കറ്റും മോർട്ടറും ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ഹമാസിൻ്റെ ഈ നടപടി മൂലം അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ബഹിഷ്കരിക്കുകയും
ഫലസ്തീൻ അതോറിറ്റിക്കുള്ള സഹായം മരവിപ്പിക്കുകയും ചെയ്തു. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിരിച്ചുവിടാൻ അന്താരാഷ്ട്ര സമൂഹം മുഹമ്മദ് അബ്ബാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഗാസയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുവാനുള്ള പണം പോലും ഹമാസിന്റെ പക്കലുണ്ടായിരുന്നില്ല. 2007 ജൂൺ 10 ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും തമ്മിലുള്ള ശത്രുത കൂടി വരികയും ഗാസയുടെ അധികാരത്തിന് വേണ്ടി ഫത്തയും ഹമാസും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. ആഭ്യന്തര കലാപത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം 1000-ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയുണ്ടായി. അതോടുകൂടി ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും 2007 ജൂൺ 14 ഹമാസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു. ഉടൻ തന്നെ ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്നും ഗാസയുടെ ഭരണം പിടിച്ചെടുത്ത് ഹമാസ് അവരുടെ രാഷ്ട്രീയ എതിരാളിയായ ഫത്തയുടെ നേതാക്കളെയും ഫലസ്തീൻ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും ഗാസയിൽ നിന്നും പുറത്താക്കി. 2008 അവസാനത്തോടുകൂടി ഈജിപ്തും സൗദി അറേബ്യയും ജോർദാനും ഒരുമിച്ച് ഹമാസിനെതിരെ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ വെസ്റ്റ് ബാങ്കിലുള്ള മുഹമ്മദ് അബ്ബാസിനെ മാത്രമേ ഫലസ്തീൻ്റെ ഔദ്യോഗിക ഭരണകൂടമായി അംഗീകരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. ഈജിപ്ത് അവരുടെ എംബസി ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റുകയും ചെയ്തു. ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്നും ഗാസയുടെ ഭരണം ഹമാസ് പിടിച്ചെടുത്തപ്പോൾ ഇസ്രയേലും ഈജിപ്തും ഗാസയിൽ നിന്നും പുറത്തേക്കുള്ള ബോർഡർ ക്രോസിംഗ് മുഴുവൻ അടച്ചുപൂട്ടി, ഉപരോധം ഏർപ്പെടുത്തി. ഇതോടുകൂടി ഗാസയിൽ ജീവിക്കുന്നവർക്ക് പുറത്തു പോകുവാനും പുറമെയുള്ളവർക്ക് ഗാസയിലേക്ക് വരാനും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇസ്രയേലും ഈജിപ്തും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടച്ചുവെങ്കിലും ടണൽ നിർമ്മിച്ച് ഈജിപ്തിൽ നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഹമാസ് ഗാസയിലേക്ക് കടത്തുകയുണ്ടായി. 2007 ഗാസയിൽ നിന്നും ഈജിപ്തിന്റെ അതിർത്തികളിലേക്ക് കടക്കുവാൻ സാധിക്കുന്ന 60 തുരങ്കങ്ങൾ ഈജിപ്ഷ്യൻ സുരക്ഷാ സേന കണ്ടെത്തി. വെള്ളം, വൈദ്യുതി, ടെലികമ്മ്യൂണിക്കേഷൻ, മറ്റു സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഗാസ ഇസ്രയേലിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഗാസയിലേക്ക് ഭക്ഷണവും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഇസ്രയേലിന്റെ അതിർത്തിയിൽ കൂടി കർശന നിയന്ത്രണങ്ങളോടുകൂടി മാത്രമേ കടത്തിവിടാറുള്ളൂ. മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും മറവിൽ ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഗാസയിൽ നിന്ന് ഹമാസ് കള്ളക്കടത്ത് നടത്തുന്നത് തടയാൻ ഇസ്രയേലിന്റെയും ഈജിപ്തിന്റെയും പട്ടാളം അവരുടെ ബോർഡർ ചെക്ക് പോസ്റ്റുകളിൽ കർശനമായ പരിശോധനകൾ നടത്തി വരുന്നത്. ചുരുക്കത്തിൽ 2007 മുതൽ ഹമാസ് ആണ് ഗാസ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഇന്ന് ഫലസ്തീൻ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ വെസ്റ്റ് ബാങ്കും ഗാസയും മാത്രമാണ്. ഫലസ്തീൻ അതോറിറ്റിയുടെ പരമാധികാരി പ്രസിഡന്റാണ്. എന്നാൽ ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭരണകൂടത്തിനോ ഗാസയുടെ മേൽ യാതൊരു നിയന്ത്രണവും അധികാരവുമില്ല. മാത്രമല്ല 2007 ശേഷം ഇതുവരെ ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായ മുഹമ്മദ് അബ്ബാസ് ഗാസയിലേക്ക് പോയിട്ടുമില്ല. ഫലസ്തീൻ അതോറിറ്റിക്ക് നിലവിൽ വെസ്റ്റ് ബാങ്കിൽ മാത്രമേ അധികാരവും നിയന്ത്രണവുമുള്ളൂ. ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലാണ് ഗാസയിലെ ഫലസ്തീനികൾ ഇന്ന് ജീവിക്കുന്നത്. ഹമാസിന്റെ ഏകാധിപത്യ ഭരണമാണ് നിലവിൽ. ഹമാസിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ഹമാസിന്റെ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന സിവിലിയൻസിന്റെ മനുഷ്യ കവചമാക്കി മുന്നിൽ നിർത്തിയാണ് ഇസ്രയേലിനെതിരെ അതിർത്തിയിൽ കൂടി ഹമാസ് പോരാടുന്നത്. ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയോളവും മനുഷ്യർ ഇന്ന് പട്ടിണിയിലാണ്. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഗാസയിലില്ല. കുടിവെള്ളം പോലും വേണ്ട രീതിയിൽ കിട്ടാറില്ല. കിട്ടുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും മലിനമാണ്. തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറം ഗാസയിലെ പൗരന്മാർക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഹമാസ് ഒരുക്കി കൊടുക്കുന്നില്ല. വിദ്യാഭ്യാസം പോലും പല കുട്ടികൾക്കും നിഷേധിക്കുന്നു. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുടെ അഭാവവും ജനങ്ങൾ അസംതൃപ്തരാക്കുന്നു. ഹമാസിനെതിരെ ഗാസയിൽ ശബ്ദമുയർത്താൻ ജനങ്ങൾക്ക് ഭയമാണ്. ഗാസയ്ക്കുള്ളിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ഗാസയിലെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും സർക്കാർ ഓഫീസുകളും ഇന്ന് ഹമാസിന്റെ ആയുധപ്പുരകളാണ്. ഗാസയിൽ ചെറുതും വലുതുമായി നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ഹമാസ് കഴിഞ്ഞാൽ അവിടുത്തെ വലിയ തീവ്രവാദ സംഘടന 1981 രൂപീകരിച്ച പാലസ്തീൻ ഇസ്ലാമിക ജിഹാദാണ്. ഇറാനും സിറിയയുമാണ് ഇവർക്കൊക്കെ ട്രെയിനിങ്ങും ഫണ്ടും കൊടുക്കുന്നത്. ഇസ്രായേലിനെ നശിപ്പിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫലസ്തീൻ്റെ കണ്ണീർ എന്ന് നമ്മൾ പറയുമ്പോഴും ആ ജനതയെ പട്ടിണിക്കിടുന്നതും അവരെ അഭയാർത്ഥികളാക്കുന്നതും ഇപ്പോൾ അവിടുത്തെ ഹമാസ് എന്ന ഭീകര സംഘടനയാണ്. നമ്മൾ അനുകൂലിക്കുന്നത് ഫലസ്തീനെയാണ്. എന്നാൽ ഫലസ്തീനെ അനുകൂലിക്കണമെങ്കിൽ ഹമാസിനെ എതിർത്തേ മതിയാവൂ.